നമസ്കാരം. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചത്. ദിലീപിനെതിരായ ഗൂഢാലോചന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. വിധി വന്നതിന് പിന്നാലെ വലിയ ആഹ്ലാദമാണ് ദിലീപ് പ്രകടിപ്പിച്ചത്. ഈ കേസിൽ തനിക്കെതിരെയാണ് യഥാർത്ഥ ഗൂഢാലോചന നടന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇനി തനിക്കെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ നിയമ പോരാട്ടം ശക്തമാക്കാൻ തന്നെയാണ് ദിലീപിന്റെ തീരുമാനമെന്ന് പറയുകയാണ് ദിലീപ് അനുകൂലിയും നിർമ്മാതാവുമായ സജി നന്ദ്യാട്ട്. പലപ്പോഴും ദിലീപിനെ അനുകൂലിച്ച് രംഗത്തെത്തിയിട്ടുള്ള ആള് തന്നെയാണ് സജി നന്ദ്യാട്ട്. നടി ആക്രമിക്കപ്പെട്ട കേസിനെ കുറിച്ച് പല യാഥാർത്ഥ്യങ്ങളും തനിക്ക് അറിയാമെന്ന് നിർമ്മാതാവ് സജി നന്ദ്യാട്ട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതൊന്നും തനിക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ലെന്നും പറഞ്ഞിട്ടുണ്ട്. ഈ കേസിൽ ഒരു മോട്ടീവുണ്ട്. യഥാർത്ഥത്തിൽ ചക്കിനെ വെച്ചത് കൊക്കിനെ കൊണ്ടതാണെന്നാണ് സജി ആരോപിച്ചിരുന്നത്. നേരത്തെയും പല രീതിയിലുള്ള ആരോപണങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. എന്തായാലും നടി ആക്രമിച്ച കേസിൽ ദിലീപിന് അനുകൂലമായി തുടക്കം മുതൽ നിലപാടെടുത്ത വ്യക്തികൾ ഒരാൾ തന്നെയാണ് നിർമ്മാതാവായ സജി നന്ദ്യാട്ട്. ഈ കേസിൽ ഗൂഢാലോചന നടന്നത് ദിലീപിനെതിരെയാണെന്നാണ് പലപ്പോഴും സജി നന്ദ്യാട്ട് ആരോപിച്ചിരുന്നത്. ഇപ്പോഴത്തെ തന്റെ സംശയങ്ങൾ പങ്കുവെക്കുകയാണ് അദ്ദേഹം. ഇപ്പോഴത്തെ സജി നന്ദ്യാട്ടിന്റെ വാക്കുകളാണ് വൈറലായി മാറുന്നത്. ദിലീപിനെതിരെ 7 ഗൂഢാലോചന കുറ്റങ്ങളാണ് പ്രോസിക്യൂഷൻ ചുമത്തിയത്. അതെല്ലാം പൊളിയുകയാണ് ഉണ്ടായത്. സത്യമില്ലെങ്കിൽ ആര് വിചാരിച്ചാലും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ബാലചന്ദ്രകുമാർ ജഡ്ജിമാരെ സ്വാധീനിച്ചു ജാമ്യം വാങ്ങിക്കൊടുത്തു, അമിത്ഷാ ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ വിശ്വസിച്ചവരെയാണ് നമ്മൾ പറയേണ്ടത്. മലയാളികൾ എല്ലാവരുമല്ല, ചിലരൊക്കെ പൊട്ടന്മാരാണല്ലോ എന്ന് കരുതി. ജീമോൻ ജോർജ് എന്ന് പറയുന്ന ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അദ്ദേഹം അമേരിക്കയിലായിരുന്നു. ഇപ്പോൾ ഒരു പടം എടുക്കുന്നുണ്ട്. റിലീസ് ഉടൻ ഉണ്ടാവും. അദ്ദേഹം എന്നോട് പറഞ്ഞത് ബാലചന്ദ്രകുമാർ പണം കടം വാങ്ങി എന്നാണ്. 10-12 ലക്ഷം രൂപ വാങ്ങിയെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തെ ബാലചന്ദ്രകുമാർ ദിലീപിനെ വെച്ച് ചെയ്യുന്ന പടത്തിൽ അഭിനയിപ്പിക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് പോലും. വേറെയും ആരോടൊക്കെയോ പൈസ വാങ്ങിയിരുന്നു. എന്തിനൊക്കെയോ ജാമ്യം നിൽക്കണം എന്നായിരുന്നു ദിലീപിനോട് അയാൾ പറഞ്ഞത്. ദിലീപിന് ആദ്യമേ പന്തിയില്ലായ്മ തോന്നിയിരുന്നു. അങ്ങനെയാണ് ദിലീപ് ഒഴിയുന്നത്. അതിൽ ദിലീപിനോട് വൈരാഗ്യം തോന്നിയിട്ടാണ് ബാലചന്ദ്രകുമാർ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. ബൈജു കൊട്ടാരക്കര ഉൾപ്പെടെയുള്ളവർ ആണ് ഇതിന് പിന്നിൽ. ബാലചന്ദ്രകുമാറിന്റെ കേസിന്റെ കാര്യം ഒന്നും പറയണമെന്നില്ല, എല്ലാവർക്കും മനസ്സിലായി. ഇതിന് 2 കാരണങ്ങളാണുള്ളത്. ആദ്യത്തെ അന്വേഷണത്തിൽ ദിലീപും പൾസ് സുനിയും തമ്മിലുള്ള ബന്ധത്തിന് തെളിവുകളൊന്നും കിട്ടിയിട്ടില്ല. ഈ ദൃശ്യം ഷൂട്ട് ചെയ്തിട്ട് ദിലീപാണ് പൾസ് സുനിയെ വിട്ടതെന്ന് വരുത്തി തീർക്കുക. അപ്പോൾ മോട്ടീവ് ശരിയായി. ദൃശ്യം വീട്ടിൽ നിന്ന് കണ്ടുവെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ കേരളത്തിലെ ചില ദൃശ്യ മാധ്യമങ്ങൾ സത്യം അറിയാഞ്ഞിട്ടല്ല, ഭയങ്കര വിരോധമാണ് വെച്ച് പുലർത്തുന്നത്. ശ്രീജിത്ത് പണിക്കറൊക്കെ കൃത്യമായി അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അത്യാവശ്യം അമ്മ എന്ന് എഴുതാൻ കരയുന്ന ആളുകൾക്കൊക്കെ കാര്യം പിടികിട്ടി. ഇവർക്കാണ് പിടികിട്ടാത്തത്. ഇവർക്ക് ഇത് പിടികിട്ടണമെന്നില്ല. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും പോയി വരണം. അങ്ങനെയാണെങ്കിൽ കുറച്ചുകൂടി അഗ്നിശുദ്ധി കൈവരും എന്നാണ് ഞാൻ പറയുന്നത്. തെളിവില്ല എന്നാണ് കണ്ടെത്തിയത്. ഇതിനകത്ത് ഗൂഢാലോചന തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. 6 പേരെ ശിക്ഷിച്ചത് അവർക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പെൺകുട്ടിയുടെ മൊഴിയുണ്ട്. അതിന്റെ ദൃശ്യങ്ങളുമുണ്ട്. പല കള്ളക്കഥകളും പ്രചരിപ്പിക്കുക എന്നതാണ് കാര്യം. എങ്കിലും അവർ വിചാരിച്ച ഒരു കാര്യം നടന്നു. ദിലീപിന്റെ ഒരു ഡാമേജ് ഉണ്ടാക്കി. സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും. അന്വേഷണ സമയത്ത് ദിലീപിനെ ജയിലിൽ വെച്ച് തല്ലിയെന്നാണ് പറയുന്നത്. ഞാൻ ഇതുവരെ അതിനെക്കുറിച്ച് ചോദിച്ചിട്ടില്ല. അങ്ങനെ പറയുന്നുണ്ട്. അത് പക്ഷേ സത്യം എനിക്കറിയില്ല. മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കേണ്ട എന്നാണ് എനിക്ക് തോന്നിയത്. ദിലീപ് പ്രതിയാവാൻ ദിലീപ് തന്നെ തെളിവ് കൊടുക്കണം. ലോകത്ത് ആദ്യത്തെ സംഭവമായിരിക്കും അത്. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവർക്ക് നല്ല കുരുട്ട് ബുദ്ധിയാണ്. ദിലീപ് സത്യസന്ധതയും ദൈവാനുഗ്രഹവും ഉള്ളത് കൊണ്ടാണ് രക്ഷപ്പെട്ടത്. അതിജീവിത മെഡിക്കൽ പരിശോധന നടത്താൻ സമ്മതിച്ചില്ല. അത് എടുക്കാൻ സമ്മതിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. പക്ഷേ അതിൽ ദുരൂഹതയുണ്ട്. PT തോമസ് വന്നില്ലായിരുന്നുവെങ്കിൽ ഇത് പോലീസിലേക്ക് എത്തില്ലായിരുന്നു. അതേസമയം തന്നെ നടി ആക്രമിക്കപ്പെട്ട കേസിൽ നടൻ ദിലീപ് കുറ്റമുക്തനായ കോടതി വിധി വലിയ ചർച്ചകൾക്കാണ് തുടക്കം കുറിച്ചത്. അതിജീവിതയ്ക്ക് പൂർണ്ണ നീതി ലഭിച്ചിട്ടില്ലെന്ന് അഭിപ്രായങ്ങളുണ്ട്. സിനിമാ രംഗത്തും ചുരുക്കം ചിലർ മാത്രമാണ് അതിജീവിതയ്ക്ക് വേണ്ടി സംസാരിച്ചത്. ദിലീപിന് വേണ്ടി നിരവധി പേർ സംസാരിച്ചു. ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി വിധി വന്നില്ലല്ലോ എന്ന് നടി പ്രിയങ്ക അനൂപും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ദിലീപിന് അമ്മ സംഘടനയിലേക്ക് വീണ്ടും എൻട്രി ഉണ്ടാകാതിരിക്കാൻ കാരണം എന്താണ്? ഒന്നാമത് കോടതി വിധി വന്നു കഴിഞ്ഞു. ഇനി വേറെ കോടതിയിലേക്ക് പോയി അതിന്റെ കാര്യങ്ങൾ അറിയണം. ഇത് തീരുമാനിക്കേണ്ടത് ഞാനല്ല, സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന ആളുകളാണ്. കുറ്റം ചെയ്ത ഒരുപാട് പേർ അമ്മയിലില്ലേ? ആരാണ് പോയിട്ടുള്ളത്? ദിലീപേട്ടൻ മാത്രം കയറാൻ പാടില്ല എന്നില്ലല്ലോ. ഏറ്റവും കൂടുതൽ ഞാൻ സ്നേഹിക്കുന്നത് ആ അനിയത്തി കൊച്ചിനെ തന്നെയാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? നാളെ വേറെ വലിയ കോടതിയിൽ പോയി ഇങ്ങനെയല്ല ഇത് ചെയ്തതെന്ന് പറഞ്ഞാൽ എന്താവും? മൊത്തം കൺഫ്യൂഷനാണ്. പത്രങ്ങളിൽ വരുന്നതാണ് ഞങ്ങൾ അറിയുന്നത്. ഇതറിയുമ്പോൾ മാറ്റി ചിന്തിക്കേണ്ട അവസ്ഥ വന്നു. പല വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണ്. അയ്യോ, ഈ പാവം കുറ്റം ചെയ്തിട്ടില്ലേ എന്ന് നമ്മളും വിചാരിക്കുന്നു. സാധാരണ ജനങ്ങൾക്ക് തോന്നുന്ന അതേ വികാരം തന്നെയാണ് ഞങ്ങൾക്കും. ഞങ്ങൾക്ക് അവർ 2 പേരും ഒരേ ത്രാസിലാണെന്നും പ്രിയങ്ക അനു പറയുന്നു. 6 പേരെ കോടതി ശിക്ഷിച്ചു. 8ാമത്തെ പ്രതിക്കെതിരെ തെളിവുണ്ടെങ്കിൽ കോടതി ശിക്ഷിക്കട്ടെ. കോടതി ശിക്ഷ വരുന്നതിന് മുമ്പ് നമുക്ക് അയാളോട് മിണ്ടാതിരിക്കാൻ പറ്റുമോ? കാണുമ്പോൾ വെറുക്കാൻ പറ്റുമോ? നടക്കില്ല. അതൊന്നും എന്നെക്കൊണ്ട് പറ്റില്ല. ഞാൻ ഇതുപോലെ വിഷമിച്ച ആളാണ്.
20 വർഷത്തോളം ഞാൻ കേസ് നടത്തി. ഇന്നും ചിലർ പറയുന്നത് ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടുണ്ടെന്നാണ്. തെളിവുകൾ ഉണ്ടെങ്കിൽ കോടതിയിൽ ശിക്ഷിക്കപ്പെടും. 8 വർഷം ദിലീപേട്ടനും കുടുംബവും അനുഭവിച്ചതിൽ ഒരു തെളിവുമില്ലെന്ന് കോടതി പറയുമ്പോൾ എന്തായാലും ജനങ്ങൾ കുറേ പേർ ദിലീപേട്ടനൊപ്പം നിൽക്കും. ദിലീപേട്ടന്റെ സിനിമയിൽ അവസരം കിട്ടാനല്ല താൻ ഇങ്ങനെ പറയുന്നതെന്നും പ്രിയങ്ക ചൂണ്ടിക്കാട്ടി. അതേസമയം തന്നെ ദിലീപിന്റെ സിനിമ ഇറങ്ങിയപ്പോഴും വലിയ രീതിയിലുള്ള വിമർശനമാണ് ഉന്നയിച്ചത്. പലരും നെഗറ്റീവ് കമന്റുകളാണ് വന്നത്. ആ സംഭവത്തെക്കുറിച്ച് ദിലീപും പ്രതികരിച്ചു. സിനിമ റിവ്യൂകൾക്കെതിരെ ദിലീപ് തന്നെ രംഗത്ത് വരികയും ചെയ്തു. തന്റെ ഏറ്റവും പുതിയ സിനിമയായ ബബയുമായി ബന്ധപ്പെട്ട നെഗറ്റീവ് റിവ്യൂകൾക്കെതിരെയാണ് ദിലീപ് പ്രതികരിച്ചത്. ഇപ്പോൾ നടക്കുന്നത് വ്യക്തിഹത്യയാണെന്നും അല്ലാതെ വിമർശനമല്ലെന്നും ദിലീപ് വ്യക്തമാക്കി. റിവ്യൂവർമാർക്ക് പലപ്പോഴും സിനിമയെ കൊല്ലുകയാണെന്നും ഇത് സിനിമയ്ക്ക് തന്നെ വലിയ നഷ്ടമാണ് വരുത്തിയിരിക്കുന്നതെന്നും ദിലീപ് പറഞ്ഞു. നടന്റെ വാക്കുകൾ ഇങ്ങനെ: ഈ പരിപാടി തുടങ്ങിയിട്ട് കുറെ കാലമായി. ലാസ്റ്റ് ഇതിന് മുമ്പ് ഇറങ്ങിയ സിനിമ പ്രിൻസ് ആൻഡ് ഫാമിലിയാണ്. ആ സിനിമയ്ക്ക് സംഭവിച്ചത് നിങ്ങളെല്ലാം കണ്ടതാണ്. പക്ഷെ ആ സിനിമ കണ്ട ആളുകളാണ് അവർക്കെതിരെ ഭയങ്കരമായിട്ട് രോഷാകുലരാവുകയും ഈ സിനിമയെ മോശമാക്കുന്നതിനെതിരെ പ്രതികരിച്ചതും. ഈ സിനിമ ഒരു ലോജിക്കും ഇല്ലാത്തതാണ്, ഇത് വെറുതെ ആഘോഷിക്കാനുള്ളതാണ്, ഇതിൽ മഹത്തരമായ കഥയില്ല എന്നെല്ലാം നമ്മൾ പറഞ്ഞിട്ട് തന്നെയാണ് ഈ സിനിമ ഇറക്കിയിട്ടുള്ളത്. പിന്നെ അതിന്റെ റിവ്യൂ നെഗറ്റീവ് പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല. പിന്നെ അങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് പൈസ കിട്ടുള്ളൂ. അത് കാണാൻ അവർക്ക് ആളുകളുണ്ടാവും. ഓരോ ക്ലിക്കിലും അവർക്ക് കിട്ടുന്നത് ഡോളേഴ്സാണ്. ഈ സിനിമ കൊണ്ട് തന്നെയാണ് അവരും ജീവിക്കുന്നത്. പക്ഷെ നമ്മുടെ സിനിമകളെ സ്നേഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ സിനിമയിൽ വിശ്വാസമുള്ള ആൾക്കാർ അതൊന്നും ശ്രദ്ധിക്കാതെ തിയേറ്ററിലേക്ക് വരുന്നുണ്ട്. ഞാൻ ഇതുവരെയും റേറ്റിംഗ് നോക്കിയിട്ടോ ഒരു അഭിപ്രായം കേട്ടിട്ടല്ല സിനിമയ്ക്ക് പോകുന്നത്. റിവ്യൂ പറയുന്ന ആൾക്കാർക്ക് അവരുടേതായ ഒരു അജണ്ട ഉണ്ടാവും. പല ആർട്ടിസ്റ്റുകളുടെ, പല ഡയറക്ടേഴ്സിന്റെ സിനിമകളെ റിവ്യൂ പറഞ്ഞ് കൊന്നിട്ട് ഇതിന്റെ ഒരു സ്ട്രെസ്സും സ്ട്രെയിനും ഇല്ലേ? ഒരു സംവിധായകൻ അയാൾക്ക് തോന്നുന്ന, അയാൾ കാണുന്ന അയാളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ശ്രമിക്കുമ്പോൾ ഒരുപാട് ആളുകൾ അതിന്റെ കൂടെ നിന്ന് അത് സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നു. സത്യമാണ്, നമ്മൾ 150 കോടി കൊടുക്കുമ്പോൾ ആ സിനിമ ഇഷ്ടമായില്ലേ എന്ന് തീരുമാനിക്കാനുള്ള റൈറ്റ്സ് ഒക്കെ ഉണ്ട്. പക്ഷേ അത് അടിച്ചേൽപ്പിക്കുക എന്ന് പറയുമ്പോഴാണ് അതിന്റെ ഒരു സങ്കടം. അത് ഒരുപാട് പേരെ ബാധിക്കുന്നുണ്ട്. സർക്കാരിനെ ബാധിക്കുന്നില്ലേ? എത്രയോ ആൾക്കാർക്ക് കിട്ടേണ്ട ഗുണങ്ങളെയാണ് ഒരു റിവ്യൂവിന്റെ പേരിൽ ഒരു സിനിമ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ സംഭവിക്കുക. ആ സിനിമയ്ക്ക് റിവ്യൂ ഭയങ്കര കുറച്ചാട്ടോ, അതിനാൽ ഞങ്ങൾ പോയില്ല എന്ന് പറയുമ്പോൾ ആ സിനിമയ്ക്ക് കളക്ഷൻ കുറയുന്നു. ആ സിനിമ തിയേറ്ററിൽ നിന്ന് പോകുന്നു. എന്തിനാ നമ്മൾ ഇങ്ങനെ ഇത്ര നെഗറ്റീവായിട്ട് ചെയ്യുന്നത്? ക്രിറ്റിസിസം അല്ല, വ്യക്തിഹത്യയാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. ക്രിറ്റിസിസം നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഇത് അതല്ലല്ലോ എന്നാണ് ദിലീപ് പറയുന്നത്.